1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 11-12 വാക്യത്തിലേക്ക് നമുക്ക് ഒന്ന് വരാം. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ, കൊച്ചു സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ, മോനെ, മക്കളെ, ചക്കരെ, കൂട്ട, വാട, കേക്കട എന്ന് പറഞ്ഞ് പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് സാക്ഷ്യം പറഞ്ഞ്, പാസ്റ്ററുടെ ജീവിതത്തിൽ കൊച്ചു പയ്യനായിരുന്നു, ഇപ്പം ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ സെക്രട്ടറി പറഞ്ഞ കേട്ടോ, നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് നിന്നവരാണ്. ഇറ്റ് ഈസ് എ ടെസ്റ്റ് മണി കേട്ടോ. അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് സാക്ഷ്യം പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് എന്തിനാന്ന് അറിയാവോ? മോനെ, പപ്പ ഒരപ്പൻ മക്കളെ എന്ന പോലെ ചക്കരെ, കൂട്ട, മോനെ, മോളെ എന്നൊക്കെ വിളിച്ച് ഇതൊക്കെ ടെസ്റ്റ് മണി പറഞ്ഞു തന്ന് കേട്ടോ, തടവി പ്രോത്സാഹിപ്പിച്ച് വിളിച്ചോണ്ടൊക്കെ വരുന്നേ എന്തിനാന്ന് അറിയാമോ? എന്തിനാന്ന്? ഉച്ചയ്ക്ക് ഫുഡ് തന്ന് വിടാനല്ല, 4 മണിക്ക് ബിസ്ക്കറ്റും ചായം തരാനല്ല. അത് തരും, കാരണം നിങ്ങൾക്കത് ആവശ്യമാണ്. പക്ഷെ അതിനകത്ത് ഭയങ്കര ഉദ്ദേശമുണ്ട്. ഒരേ ഒരു ലൈഫ്, ഒറ്റ ലൈഫേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ഒരു ലൈഫില്ല, നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ കേട്ടോ. 10 വയസ്സ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടത്തുള്ളൂ. 15 വയസ്സ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടത്തുള്ളൂ. 15ാമത്തെ വയസ്സിലേക്ക് തിരിച്ചു വരാൻ ഒരിക്കലും പിന്നെ പറ്റത്തില്ല. മനസ്സിലായല്ലേ? 1 വയസ്സ് ഒരിക്കൽ, ഒരു ജീവിതം ഒരിക്കൽ മാത്രം, അത് കഴിഞ്ഞ പിന്നില്ല, അവിടെ കൊണ്ട് തീർന്നു. പക്ഷെ ഈ ഒറ്റ ലൈഫിൽ യു ഹാവ് ടു പ്രൂവ് വൺ തിങ്. നിങ്ങൾ ഒരു കാര്യം തെളിയിക്കണം. ഏതാണെന്നറിയാമോ? നിങ്ങളെ തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമായ ഒരു ജീവിതം ഞാൻ ഇവിടെ ജീവിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചു വേണം ഈ കാലത്തിൻ്റെ ഈ സ്ക്രീനിൽ നിന്ന് മറയാൻ. ഇന്ന് പകലത് ആഗ്രഹിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അത് ഇംഗ്ലീഷ് വേർഷൻ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള വേർഷൻ ഒന്ന് വായിക്കാം. യു ഷുഡ് ലീവ് ഇൻ എ വേ ദാറ്റ് പ്രൂവ്സ് യു ബിലോങ്സ് ടു ഗോഡ്. കേട്ടോ, നമ്മളെ യു ഷുഡ് പ്രൂവ് യുവർ സെൽഫ് ഇൻ എ വേ ദാറ്റ് യു ബിലോങ്സ് ടു ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് ഈ സൊസൈറ്റിയോട് നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങളുടെ വാക്കുകളിലൂടെയല്ല, നിങ്ങളുടെ ജീവിതത്തിലൂടെ ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് തെളിയിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ആ ഒറ്റ കാര്യത്തിനു വേണ്ടി you should prove in a way that you belongs to God. ആ ഒറ്റ കാര്യത്തിനു വേണ്ടി നിങ്ങൾ അറിയാത്ത ശുശ്രൂഷകരെ നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് വചനത്തിന്റെ വാതിലുകളെ ദൈവം തുറന്നു തന്നു. കൃപാവരങ്ങളെ തന്നു. പരിശുദ്ധാത്മാവിനെ തന്നു. സഭ എന്നൊരു സംവിധാനത്തെ ഇവിടെ വെച്ചു. ആത്മീയ നേതൃത്വം എന്നൊരു സംവിധാനത്തെ നമുക്ക് തന്നു. ഒറ്റ കാര്യത്തിനാണ് ഞാൻ ദൈവത്തിൻ്റെതാണെന്ന്. ഈ ആത്മീയ സംവിധാനത്തിലൂടെ, CA എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ, ചർച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ, ആത്മീയ ശുശ്രൂഷകൾ എന്ന സംവിധാനത്തിലൂടെ, അഭിഷേകം എന്ന സംവിധാനത്തിലൂടെ നീ ഒരു കാര്യം പ്രൂവ് ചെയ്ത് ഈ ലോകം വിട്ട് പുറത്തു വരണം. ഞാൻ ദൈവത്തിൻ്റെതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഉണ്ട് പ്രിയവരെ. ഉണ്ടെങ്കിൽ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞാൻ വാസ്തവമായി വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. ആലുവ CA സെക്ഷനിൽ ഇത്രയും CA കാരല്ല, ഇത്രയൊന്നും അല്ല.
ഇതിൻ്റെ ഒരു ഡബിൾ ഫോൾഡ് ഇനിയും വരാനുണ്ട്. മനസ്സിലായോ? വരണം, അകത്തു വരണം, വന്നേ പറ്റത്തുള്ളൂ. ഈ സെക്ഷനിൽ ദൈവത്തിൻ്റെതാണെന്ന് തെളിയിക്കുന്ന, ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് തെളിയിക്കുന്ന, ജീവിതം കൊണ്ട് തെളിയിക്കുന്ന ഒരു സമൂഹം ഇതിനകത്ത് എഴുന്നേറ്റാൽ ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങൾ ഓടുന്നത് വെറുതെയല്ല. സിബിൻ പാസ്റ്ററും ടീമും കഷ്ടപ്പെടുന്നത് വെറുതെയല്ല. നിങ്ങൾ സമ്പത്ത് മുടക്കുന്നത് വെറുതെയല്ല. ഇതിനകത്തുനിന്ന് ഒരു ഫലം പുറത്തു വരണം. ഇന്ന് പകല വാഞ്ചയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെതാണ്, ഞാൻ ദൈവത്തിൻ്റെതാണ്, ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന് ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്ന ഒരു വിശുദ്ധ ശേഷിപ്പ്, ഒരു വിശുദ്ധ സന്തതി, അതാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം.